ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഈവനിങ് സ്നാക്കാണ്. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. റവയും ഉരുളക്കിഴങ്ങും ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ചായ തിളയ്ക്കുന്ന നേരം മതി. അത്ര സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഇത് വളരെയധികം പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ഒരു ലേശം മതി. ഒരു ലൈറ്റ് യെല്ലോയിഷ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. യെല്ലോ കളർ കൂടി പോകാൻ പാടില്ല. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ 1 ടീസ്പൂൺ നമ്മുടെ സാധാരണ വെജിറ്റബിൾ ഓയിലും നമുക്കിതിലേക്ക് ചേർക്കുക. ഇത് നല്ലതുപോലെ തിളച്ച് വരുമ്പോഴത്തേനും നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളത്തിന് 1/2 കപ്പ് റവ എന്നുള്ള കണക്കിൽ നമുക്ക് റവ ചേർക്കാം. അതിങ്ങനെ പതിയെ ഇടുക, കട്ട കെട്ടാതിരിക്കാനാണ് ഇങ്ങനെ ഇടുന്നത്. ഇതിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് ഇതിൻ്റെ അടിയിൽ നിന്നൊക്കെ വിട്ട് വന്ന് നല്ലപോലെ ഒരു ടൈറ്റായിട്ട് വരും. അടിയിലൊക്കെ ഒന്ന് പിടിച്ചു വരുന്ന സമയമാകുമ്പോഴത്തേനും നമുക്കിതിൻ്റെ തീ അണയ്ക്കാം. അപ്പോൾ നമ്മൾ എത്ര റവ എടുക്കണം എന്ന് ഉദ്ദേശിക്കുന്നുവോ അതിൻ്റെ ഇരട്ടി വെള്ളം വെച്ച് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് റവ ചേർക്കാവുന്നതാണ്. അപ്പോൾ റവ വാങ്ങിക്കുമ്പോൾ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും. ചില റവ വറുത്ത റവയായിരിക്കും, ചിലത് വറുക്കാത്തയായിരിക്കും. ഏത് റവയാണെങ്കിലും നമുക്ക് കുഴപ്പമില്ല. നമ്മൾ പ്രത്യേകിച്ച് വറുത്തൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. സാധാരണ റോ ആയിട്ടുള്ള റവ തന്നെ നമുക്കിതിന് യൂസ് ചെയ്യാം. ഇപ്പോൾ ഇത് അടിയിലൊക്കെ ഒന്ന് പിടിച്ച് വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് നമ്മുടെ പാകമായി നമുക്ക് തീ അണയ്ക്കാം. ഇതിനി നമുക്ക് ഫാനിൻ്റെ കീഴിലോ മറ്റോ നമുക്ക് നല്ലതുപോലെ ആറാനായിട്ട് മാറ്റി വയ്ക്കാം. അതിന് ശേഷം ഒരു പാത്രം എടുത്തിട്ട് നമ്മൾ ആറിയ റവ അതിലേക്ക് ചേർക്കുക. ഇതിലേക്ക് 2 ഉരുളക്കിഴങ്ങ് നമ്മൾ പുഴുങ്ങി അതിൻ്റെ തൊലി കളഞ്ഞ് നല്ലതുപോലെ മാഷ് ചെയ്തെടുത്തതാണ്. അത് ഇതിലേക്ക് ചേർക്കുക. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. ഒരു 4 ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. 1 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർക്കുക. 1 പിടി മല്ലിയില ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അര ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി, അതായത് നമ്മുടെ മുളക് പൊടിച്ചതാണ്, തരിതരിപ്പായി പൊടിച്ചതാണ്. പിന്നെ 1 ടീസ്പൂൺ നമ്മുടെ പെപ്പർ, കുരുമുളക് അങ്ങനെ തന്നെ ചേർക്കുക. ഇതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്യുക. എല്ലാം പൊട്ടാറ്റോയൊക്കെ നല്ലതുപോലെ ഉടഞ്ഞ് റവയും എല്ലാം കൂടെ ചേർന്ന് വരത്തക്ക രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. ഈ സമയം തന്നെ ഉപ്പ് കൃത്യമാണോ എന്ന് നോക്കണം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിരിക്കണം. ഇതിപ്പോൾ നമ്മൾ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ചെറിയ പീസസ് ആയിട്ട് ഉരുളകൾ മാറ്റുകയാണ് ചെയ്യുന്നത്. അതിന് മുൻപായിട്ട് നമ്മൾ കൈ ഒന്ന് നല്ലതുപോലെ കഴുകി കുറച്ച് എണ്ണ കയ്യിൽ തൂത്തെടുക്കുക. അപ്പോൾ കയ്യിൽ പിടിക്കില്ല. അതിന് ശേഷം ചെറിയ ബോൾസ് എടുത്തിട്ട് ഇതുപോലെ ഫിംഗേഴ്സ് പോലെ നമ്മൾ ഇതുപോലെ ഉരുട്ടിയെടുക്കുക. ഉരുട്ടിയെടുത്ത് മാറ്റി വയ്ക്കുക. ഇതൊട്ടും റിസ്ക് ഇല്ലാത്തൊരു പണിയാണ് കേട്ടോ. വളരെ എളുപ്പം നമുക്ക് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ രുചി എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. നല്ല ഇഞ്ചിയുടെയും മല്ലിയിലയുടെയൊക്കെ മണം വന്നിട്ട് വളരെ രുചികരമാണ്. നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കിയാൽ പെട്ടെന്ന് തീർന്നു പോകും. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യണം. ഞാൻ ഗ്യാരണ്ടി പറയുന്നു, എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ നമ്മളെല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്ക് വെജിറ്റബിൾ ഓയിൽ തന്നെ ഒഴിച്ചതിന് ശേഷം ഇതെല്ലാം ഇട്ട് നമുക്ക് ഇത് പൊരിച്ചെടുക്കാം.
ഓയിൽ നല്ലതുപോലെ ചൂടാവണം. എന്നിട്ട് ശേഷം മാത്രം നമുക്കിത് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിനകത്തിട്ട് നമ്മൾ തിരിച്ച് മറിച്ച് ഒന്നും കൊടുക്കണ്ട. നല്ല ഫുൾ തീയിൽ ഇതിൻ്റെ പുറം ഭാഗം മാത്രം ഒന്ന് മൊരിഞ്ഞ് വന്നാൽ മതി. കാരണം ഇതിൻ്റെ ഉൾഭാഗങ്ങളൊക്കെ വെന്തതാണ്. പിന്നെ നമ്മളിട്ടത് ഉള്ളി അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതൊന്നും വേകണമെന്ന് നിർബന്ധമില്ല. ബാക്കിയെല്ലാം ഉരുളക്കിഴങ്ങ് റവ എല്ലാം വേവിച്ചതാണ്. അപ്പോൾ പുറം ഒന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മതി. വളരെ രുചികരമായ നമ്മുടെ സ്നാക്ക് തയ്യാറാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഒരു 3-4 എണ്ണം വെച്ച് ഇങ്ങനെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക. വളരെ ടേസ്റ്റിയായ നമ്മുടെ സ്നാക്ക് റെഡി. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ കൂടെയുള്ള ബെൽ ബട്ടൺ നിങ്ങൾ പ്രസ് ചെയ്താൽ മാത്രമേ നമ്മളിത് ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ മിസ്സായി പോകും. അപ്പോൾ എല്ലാവരും അത് സബ്സ്ക്രിപ്ഷനും അതുപോലെ ബെൽ ബട്ടണും പ്രസ് ചെയ്ത് നമ്മുടെ വീഡിയോസൊക്കെ എല്ലാം മറക്കാതെ വാച്ച് ചെയ്യണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. വീണ്ടും കാണാം.